ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്യണം. സൺഡേ ട്രിപ്പ് എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹലീമ എന്ന് പറയുണ്ടായി. കൊട്ടാരക്കരയിൽ ഒരു സ്ഥലമുണ്ട് തന്നെ, മീൻപിടിപ്പാറയാണ് സ്ഥലപ്പേര്. നമുക്ക് അങ്ങോട്ട് യാത്ര തിരിക്കാമെന്ന് പറയും. ഒന്നും ആലോചിച്ചില്ല, ഞാനും എൻ്റെ വൈഫും എൻ്റെ ആദുവും ഹലീമും എൻ്റെ അനിയൻ്റെ ഭാര്യ ഷാനിയയും കൂടി ഞങ്ങൾ 4 പേരോട് ചേർന്ന് രണ്ട് സ്കൂട്ടിയിലായിട്ട് പത്തനാപുരത്ത് നിന്നും കൊട്ടാരക്കരയിലേക്ക് യാത്ര തിരിച്ചു. കൊട്ടാരക്കര വിജയാസ് ഹോസ്പിറ്റലിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് തിരിഞ്ഞാണ് നമ്മളുടെ ഈ മീൻപിടിപ്പാറ എന്ന് പറയുന്ന സ്ഥലം കാണപ്പെടുന്നത്. ലെഫ്റ്റ് തിരിഞ്ഞ് മുന്നോട്ട് പോകുന്ന വഴി ഒരു നല്ലൊരു കയറ്റമുണ്ട്. കയറ്റം കയറി മുന്നോട്ട് പോയി ലെഫ്റ്റ് തിരിഞ്ഞ് പിന്നെയും മുന്നോട്ട് ചെറിയൊരു കയറ്റം കാണാം. ആ കയറ്റത്തോടു കൂടി ഒരു സ്കൂളാണ് കാണുന്നത്. സ്കൂളിൽ നിന്നും എൻഡിങ് ഭാഗമായ ഒരു ചർച്ച് കാണാം. ചർച്ചിൽ റൈറ്റ് സൈഡിലോട്ട് തിരിയുമ്പോൾ തന്നെ ഒരു വലിയൊരു സൈൻ ബോർഡ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതാണ് മീൻപിടിപ്പാറ. മീൻപിടിപ്പാറയിലോട്ട് നല്ലൊരു ഇറങ്ങി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഒരു പേൻ പാർക്ക് ഏരിയ കാണാൻ പറ്റുന്നതാണ്. പേൻ പാർക്കിലേക്ക് ഒരു വണ്ടിക്ക് സ്കൂട്ടിക്ക് 20 രൂപ കൊടുത്ത് 2 സ്കൂട്ടി 40 രൂപയും കൊടുത്ത് നമ്മളവിടെ വണ്ടി സേഫായിട്ട് പാർക്ക് ചെയ്യുകയുണ്ടായി. അവിടെ നിന്നും ഇറങ്ങി നമ്മളൊരു 100 മീറ്റർ പോലും നടക്കണ്ട, മുന്നോട്ട് തിരിയുമ്പോൾ തന്നെ നമ്മളുടെ സ്പോട്ടായ മീൻപിടിപ്പാറയിലേക്ക് എൻട്രി ഫീസ് ആക്കി 20 രൂപ കൊടുത്ത് എൻട്രി ഫീസ് കൊടുത്ത് നമുക്ക് അകത്തോട്ട് പ്രവേശിക്കാൻ കഴിയുന്നതാണ്. അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് മനോഹരമായ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒരുപാട് കുട്ടികളും ഫാമിലിയായിട്ട് കുളിക്കാൻ വളരെ എൻജോയ് ചെയ്ത് കുളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് മീൻപിടിപ്പാറ. പ്രത്യേകിച്ച് സൺഡേ ആയതിനാലും വൈകുന്നേരങ്ങളിലും നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ എൻജോയ് ചെയ്ത് കുളിക്കാൻ പറ്റുന്നൊരു സ്ഥലം കൂടിയാണ് മീൻപിടിപ്പാറ. ഇവിടെ കുട്ടികൾക്ക് പാർക്ക് കൂടി ഉണ്ട് കേട്ടോ. പാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടെ ആനന്ദകരമായിട്ടുള്ള സ്ഥലം കൂടിയാണ്. അവരുടെ സമയം പോകുന്ന അറിയത്തേയില്ല. അവരോടൊപ്പം നമുക്കും എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റുന്നൊരു സ്ഥലം കൂടിയാണ് മീൻപിടിപ്പാറ. അതുമാത്രമല്ല, ഒരുപാട് നേരം നമുക്ക് മതിവരോളം കുളിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ടൈം പരിധിയില്ല, നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് പറ്റിയ പാർക്ക് ഏരിയയും കൂടി ഉണ്ടായതിനാൽ കുട്ടികളെ കൊണ്ട് ഒരുപാട് നേരം നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് മീൻപിടിപ്പാറ. കുട്ടികളോടൊപ്പം വന്ന് പാർക്കിലും ഒരുപാട് നേരം ഈ സമയത്ത് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 4 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് നമുക്ക് 4:30-5 മണിക്കുള്ളിൽ നമ്മൾ എത്തിയിരിക്കുകയും അവിടെ നിന്നും ഒരു 1.5 മണിക്കൂർ 6 മണി വരെ നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സമയം അവിടെ നമുക്ക് അത്രയും സമയം പോയതുപോലും അറിഞ്ഞിട്ടില്ല. അതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് നമ്മളുടെ മീൻപിടിപ്പാറ. അധികം നേരം നിന്നാൽ നമുക്ക് ബോറടിപ്പിക്കില്ല. ഒരുപാട് നേരം കുളിക്കാനും എൻജോയ് ചെയ്യാനും സംസാരിക്കാനും കളിക്കാനും എല്ലാം പറ്റിയൊരു സ്ഥലം തന്നെയാണ് മീൻപിടിപ്പാറ. ഇതുപോലുള്ള ചെറിയ ചെറിയ നാട്ടിൻ പ്രദേശങ്ങളിലെ സ്ഥലങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നതാണ്. നിങ്ങളെല്ലാം വിലയേറിയ സപ്പോർട്ടുകൾ ഞങ്ങളുടെ ഈ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. ഞങ്ങളുടെ ഈ വീഡിയോയ്ക്ക് പോരായ്മകളും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കണം. ഇനിയും മാറ്റങ്ങൾ വരുത്തി പുതിയ നല്ല വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിയുന്നതാണ്. എല്ലാവരുടെയും സപ്പോർട്ട് കൂടി ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മീൻപിടിപ്പാറയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. എന്ന് ഞങ്ങളുടെ സ്വന്തം ആദംസ് വേൾഡ് ഞങ്ങളുടെ ലോകം ഫാമിലി ഗ്രൂപ്പ്.